നമസ്കാരം. ജയിലറകൾ ഒരുങ്ങുകയാണ്. പല VVIPകളും ആ ജയിലറകളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കാലം കാത്തുവച്ച കാവ്യനീതി പോലെ ചിലപ്പോൾ നമുക്ക് കാണാം ചില മഹാന്മാർ ജയിലറകളിൽ അന്തി ഉറങ്ങുന്നത്. രജിസ്റ്റർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒരു പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെയുമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കിന് വലിയൊരു കുരുക്കായി മാറുകയാണ് രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ നിർണായക റിപ്പോർട്ട്. അതിപ്പോൾ പുറത്തു വന്ന ഈ സാഹചര്യത്തിലാണ് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ് പരാതിക്കാരനായി എത്തിയിരുന്നത്. CMRൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു തരത്തിലുള്ള രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ബംഗളൂരിലെ ROCയുടെ പുതിയ കണ്ടെത്തലും റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. വാങ്ങിയ പണത്തിന് GST അടച്ചെന്ന വിവരം അതുമാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയിരിക്കുന്നത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് എക്സാലോജിക്കിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തടവും പിഴശിക്ഷയും കിട്ടാവുന്ന തെറ്റുകൾ വീണ വിജയൻ്റെ കമ്പനി നടത്തി എന്നാണ് പുതിയ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് പഴയ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അതായത് പിണറായി വിജയൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയൻ വീണ വിജയന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു കണ്ടെത്തൽ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുങ്ങാൻ പോകുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും തന്നെയായിരിക്കും. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയുണ്ടല്ലോ PA മുഹമ്മദ് റിയാസ്, ആരാധ്യനായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള വീണയുടെ കമ്പനിക്കെതിരായിട്ടുള്ള കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു വിശദീകരണവുമായിട്ട് ഇപ്പോൾ പരാതിക്കാരനായിട്ടുള്ള PC ജോർജിൻ്റെ മകനും ഒപ്പം തന്നെ ജനപക്ഷത്തിൻ്റെ നേതാവുമായിട്ടുള്ള ഷോൺ ജോർജ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രംഗത്ത് വരികയുണ്ടായി. കാരണം ഈ എക്സാലോജിക്കിനെതിരായിട്ട് വന്ന അന്വേഷണം, ഈ അന്വേഷണം എത്തിക്കേണ്ടടുത്ത് താൻ എത്തിക്കുമെന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത്. കാരണം ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല എന്നും വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും പലരും കാഴ്ചവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുമ്പോഴും ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും അല്ലെങ്കിൽ അപായപ്പെടുത്തിയാൽ പോലും ഈ കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താൻ 5 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുവരെ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താസമ്മേളനം കോട്ടയത്ത് വിളിച്ചു ചേർത്തപ്പോൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതും അതിനുശേഷമാണ് ആ റിപ്പോർട്ടിന് പ്രകാരം ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്നത് മറ്റാരുമല്ല, ഈ ഷോൺ ജോർജാണ്. ആ ഷോൺ ജോർജിൻ്റെ പരാതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുന്നത്. ഇതിനു മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ പല ഇടപെടലുകളും PC ജോർജ് അടക്കം നടത്തിയിട്ടുണ്ട്. പല അഴിമതികളും പുറത്തു കൊണ്ടുവരുന്നതിന് അത് സഹായകമായിട്ടുമുണ്ട്. അതേ നേതാവിൻ്റെ മകൻ, അതാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്? അച്ഛനെ ജയിലിൽ അടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുക്കാൻ ഇറങ്ങിയ ഒരു മകൻ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് ആ കാഴ്ച. അച്ഛൻ്റെ വേദന കണ്ടാണ് നിയമത്തിൻ്റെ വഴിയെ ചിലരെ തുറന്നു കാട്ടാൻ ഷോൺ ജോർജ് തീരുമാനിച്ചതെന്ന് അടക്കം കഴിഞ്ഞ ദിവസം അദ്ദേഹം കോട്ടയത്ത് പറയുകയുണ്ടായി. എക്സാലോജിക്കിനെതിരായിട്ടുള്ള നീക്കം അത് ഇതിനു വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കാൻ നൽകുന്ന ഏറ്റവും വലിയ അടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക എന്നും അത്തരമൊരു മാങ്ങയാണ് ഇപ്പോൾ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിൽ വന്നിരിക്കുന്നതുമെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഈ CMRലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ CMRലുമായി ബന്ധപ്പെട്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവിൽ അന്ന് പരാമർശിച്ചിട്ടുള്ള PV എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്ന പേരുകളിലൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുമാണ് എന്നുള്ളതാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ വീണ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കൂടി അകത്താകുവാനുള്ള സാധ്യതയുണ്ട്. NIA CBI അന്വേഷണം നടത്തി ആ തരത്തിലുള്ളൊരു അന്വേഷണം തന്നെയായിരിക്കും നടത്താൻ പോകുന്നത്, വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. കാരണം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായും ജയിലർ ഒരുങ്ങുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. 2023 സെപ്റ്റംബർ മാസം 29 ഷോൺ ജോർജ് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ മാസം 5-ാം തീയതിയാണ് CMRL-ഉം KSIDC-യും കമ്പനി രജിസ്ട്രാർക്ക് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകുകയുണ്ടായി, അതായത് ഈ ഷോൺ ജോർജിന് കൊടുക്കുകയും അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഫയൽ ചെയ്യുകയും ചെയ്തത്. ഏകദേശം 6 മാസമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ അടക്കം ചോർത്തുന്നുണ്ട് ഷോൺ ജോർജിൻ്റെത് എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് കോടിയേരിയുടെ മകൻ ബിനീഷിനെയും ഒപ്പം തന്നെ ഈ വിവാദത്തിലേക്ക് കുടുക്കാൻ ചില സൈബർ സഖാക്കൾ ശ്രമിച്ചത്. ഈ കേസിനെ കുറിച്ചൊക്കെ പലപ്പോഴും ഫോണിൽ പോലും ബിനീഷ് കോടിയേരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ചർച്ച നടത്തേണ്ട ആവശ്യം തനിക്കുണ്ടായിട്ടില്ല എന്നതടക്കം അത്തരം ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോൺ ജോർജ് അതിനെയൊക്കെ പ്രതികരിച്ചത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ്. ബിനീഷ് കോടിയേരി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് പറയുമ്പോഴും ഫോണിൽ പോലും ബിനീഷുമായി ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എക്സാലോജിക്കിനെതിരായിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഷോൺ ജോർജിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഷോൺ ജോർജിൻ്റെ അമ്മ അടക്കം ഒരിക്കലൊരു ശാപം നൽകിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ PC ജോർജുമായി ബന്ധപ്പെട്ട് PC ജോർജിനെ ജയിലറകളിലേക്ക് അയക്കുമ്പോൾ അവർ എന്ന് പറഞ്ഞത് എൻ്റെ കൊന്തയുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു എന്നത് അവർ പറയുകയുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത്, അതായത് എനിക്ക് തോന്നുന്നു 2022 ജൂലൈയിലാണ് അത്തരത്തിലൊരു കൊന്ത ചർച്ച തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ PC ജോർജിൻ്റെ ഭാര്യ അന്ന് പ്രതികരിക്കുകയും ചെയ്തതടക്കം മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് ആ കൊന്തയ്ക്ക് വലിയ വിലയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പല കാര്യങ്ങളിലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഉഷാ ജോർജിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ള തിരിച്ചടി അടക്കം ഇതിനകത്ത് നമുക്ക് കാണേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരും. വലിയ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത് എന്ന് അവകാശപ്പെടുന്ന ഉഷാ ജോർജ് ഉഷയുടെ വിശ്വാസത്തെ വളരെ കൃത്യമായി കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന അദൃശ്യകരത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ വീണയ്ക്ക് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് എക്സാലോജിക് എന്ന് പറയപ്പെടുന്ന കമ്പനിയിലേക്ക് ഒരു കണക്കുമില്ലാതെ 1,72,00,000 രൂപയുടെ കണക്കില്ലാ പണം എത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്തുകൊണ്ടാണ്? പണം എത്തിയത് എങ്ങനെയാണ്? ഇന്ന് അതിന് കൃത്യമായ തെളിവുകൾ കൊടുക്കാൻ കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കൃത്യമായ ഇടപെടലുകൾ നടത്താതെയാണോ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്? രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ വളരെ കൃത്യമായി വീണയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ സഹായിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ വീണയെ സഹായിച്ചതുകൊണ്ട് തന്നെയാണ് ഈ 1,72,00,000 എന്ന് പറയപ്പെടുന്നത് കള്ളപ്പണമായി മറ്റൊരു സേവനങ്ങൾക്കുമല്ലാതെ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ഇതിന് പിന്നിൽ വളരെ കൃത്യമായി ഇടപെട്ടിട്ടുള്ള പിണറായി വിജയൻ അടക്കം ജയിലറകളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയായിരിക്കും ഉണ്ടാകുക. കാരണം എത്രയൊക്കെ മൂടി വച്ചാലും, എത്രയൊക്കെ നമ്മൾ ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ സത്യം പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാലം ഇത്രയും കഴിയുമ്പോഴും അതിനകത്ത് നിന്ന് വീണയെയും വിജയനെയും ഇതാ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ ഇതിനകത്ത് അവർ പങ്കുകാരാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഒരേ സമയം സമൂഹത്തിൽ കേരള സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. വീണ വിജയനെ പലപ്പോഴും വീണ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പലപ്പോഴും കേരള സമൂഹം ചർച്ചയ്ക്കെടുക്കുമ്പോഴും പാർട്ടി ഇടപെടുന്നു. CPM വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് CPM പ്രതിരോധം തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പിണറായി വിജയൻ വരുമ്പോൾ വേണമെങ്കിൽ പാർട്ടിക്ക് ഇടപെടാം, പാർട്ടിക്ക് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ വീണ വിജയൻ വരുമ്പോൾ എന്തിനാണ് പാർട്ടി ഇടപെടുന്നത്, പാർട്ടി പ്രതിരോധം തീർക്കുന്നത് എന്ന് പലവട്ടം കേരള സമൂഹം ചോദിച്ചിട്ടുള്ളതാണ്. അതിന് മറുപടി പറയാൻ ഒരു ഗോവിന്ദനും കഴിഞ്ഞിട്ടില്ല, ഒരു AK ബാലനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഇതാ എത്തിയിരിക്കുന്നത് പിണറായി വിജയനിലേക്ക് തന്നെയാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പേര് കൂടി പരാമർശിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതിനർത്ഥം ഇനി വരാൻ പോകുന്ന അന്വേഷണം ഇവിടെ നിന്നല്ല, NIA അല്ലെങ്കിൽ CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ശക്തമാക്കുന്നതോടുകൂടി പിണറായി വിജയനും വീണയും അടക്കമുള്ളവർക്ക് എന്തായിരിക്കും അടുത്ത സ്ഥിതിവിശേഷമെന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ജയിലറകളിലേക്ക് തന്നെ പോകേണ്ടി വരുമോ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ,
തടവും പിഴശിക്ഷയും അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ലഭിക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരടക്കമുള്ളവർ അകത്താകുമോ എന്നതൊക്കെ ഇനി വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇതിനകത്ത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വീണ വിജയന് അനധികൃതമായി തന്നെയാണ് പണം ലഭിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ അനധികൃതമായി ലഭിക്കുന്ന പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കൂടി അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും സ്വാഭാവികമായിട്ടും ജയിലറയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.